ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടെക്സ്പോർട്ടിൻ്റെ നമ്മുടെ ഒരു ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് നാളുകളായി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് എൽദോസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് നാളുകളായി. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതെന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ആക്ഷൻ ക്യാമറയാണ് അത്. ഗോപ്രോ ഹീറോ 7 ബ്ലാക്ക് ആണ് നമ്മൾ അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ അപ്പോൾ ഈ ചാനലൊന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഫ്യൂച്ചറിൽ ഈ ഒരു ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരിട്ട് അൺബോക്സിങ് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു പാക്കറ്റിലാണ് വന്നത്. ഇത് ഡാമേജ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു ബബിൾസ് കൊടുത്തിരിക്കുന്ന ഒരു പാക്കേജിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ ഹീറോ 7 ബ്ലാക്ക്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാണാൻ സാധിക്കും. 12 മെഗാ പിക്സലാണ് ഇതിൻ്റെ ക്യാമറ. പിന്നെ 4K 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. കൂടാണ്ട് 33 ഫീറ്റ് 10 മീറ്റർ വരെ നമുക്ക് വാട്ടർ പ്രൂഫാണ്. എന്നാൽ ഇപ്പോൾ വെള്ളത്തിലൊക്കെ ഡ്രോപ്പ് ചെയ്താൽ 10 മീറ്റർ വരെ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടിരിക്കും. പിന്നെ ലൈവ് സ്ട്രീമിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആപ്പ് സ്റ്റോറിൽ ഇതിൻ്റെ ആപ്പ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇതിൻ്റെ ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ. 12 മെഗാ പിക്സൽ ക്യാമറ, 4K 60 FPS റെക്കോർഡ് ചെയ്യാം. പിന്നെ 1080p 240 റെക്കോർഡ് ചെയ്യാം. 33 ഫീറ്റ്. പിന്നെ അതിനകത്ത് മൈക്ക് വരുന്നുണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. 8x സ്ലോ മോഷൻ വരുന്നുണ്ട്. പിന്നെ GPS വരുന്നുണ്ട്. HDR ഫംഗ്ഷൻ വരുന്നുണ്ട്. ഹൈപ്പർ സ്മൂത്ത് എന്നൊരു ടെക്നോളജി ഉണ്ട്. പിന്നെ ലൈവ് സ്ട്രീമിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൈപ്പർ സ്മൂത്ത് ഉള്ളതുകൊണ്ട് അതിനകത്ത് ഒരു സെൻസർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര ക്യാമറ ഷെയ്ക്ക് ചെയ്താലും വീഡിയോയ്ക്ക് ഷെയ്ക്കൊന്നും വരില്ല. പിന്നെ ഹൈപ്പർ സ്മൂത്തിൻ്റെ ഒരു ഇത് കണ്ടോ, സ്റ്റെബിലൈസേഷൻ, ഗിംബൽ ലൈക്ക് ഹൈപ്പർ സ്മൂത്ത് സ്റ്റെബിലൈസേഷൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്. അപ്പോൾ ഇങ്ങനൊരു ബോക്സിലാണ് നമുക്ക് ക്യാമറ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇവിടെ നിന്നാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബ്ലൂ കളർ അത് പേപ്പർ ജസ്റ്റ് ഒന്ന് കയറുക. അതിന് ശേഷം അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാണ് ഇത് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പുള്ള് ചെയ്താൽ കണ്ടോ ക്യാമറ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വരും. ഓക്കെ ഗായ്സ്, നമുക്കിത് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിൻ്റെ ടോപ്പിലാണ് ക്യാമറ ഫിക്സ് ചെയ്ത് വരുന്നത്. ഉണ്ടോ? ഇങ്ങനെ ഇതാണ് നമ്മുടെ ക്യാമറ. പിന്നെ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ക്യാമറ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന ഇതാണ് ഇതിൻ്റെ ക്യാമറ റിമൂവ് ചെയ്യേണ്ട ആ ഒരു സ്ക്രൂ ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് നമുക്ക് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഇന്ന്
റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യണ്ട. അതല്ലാണ്ട് ഇതിൻ്റെ ഇവിടെ ലോക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതാണ് ഇതിൻ്റെ ടോപ്പിൽ ഒരു ഗോപ്രോൻ്റെ ഒരു റബ്ബറിൻ്റെ ഒരു ബുഷ് ഉണ്ട് ഇവിടെ. ഇത് നമുക്ക് മുകളിലേക്ക് പുള്ളി ചെയ്യണം. ഉണ്ടോ, ഇതിങ്ങനെ മുകളിലേക്ക് പുള്ളി ചെയ്യണം. പുള്ളി ചെയ്യുന്ന വെച്ചാൽ ഇവിടെ 2 ക്ലിപ്പുണ്ട്. ഈ 2 ക്ലിപ്പിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക. പുഷ് ചെയ്ത് കഴിയുമ്പോൾ ക്യാമറ അതിൽ നിന്ന് അങ്ങനെ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഉണ്ടോ, നമുക്കിനി ബോക്സിന് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോക്സ് ഇങ്ങനെ ഇതാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നീഡ് ഹെൽപ്പ് ടാക്ക് ഓർ ചാറ്റ് വിത്ത് ഗോപ്രോ എക്സ്പെർട്ട് അങ്ങനൊരു പേപ്പറുണ്ട്. പിന്നെ ഗോപ്രോൻ്റെ തന്നെ സ്റ്റിക്കറാണിത്. 2 സ്റ്റിക്കറുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഹെൽമെറ്റിലും അതുപോലെ നമ്മുടെ മോട്ടോർ സൈക്കിളിലൊക്കെ ഒട്ടിക്കാൻ സാധിക്കും. പിന്നീട് ഒരു സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. ഇംഗ്ലീഷിൽ തന്നെയാണ് വരുന്നത്. പിന്നീട് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതുണ്ട്. ഹെൽമെറ്റിൽ നമുക്ക് ഈ ഗോപ്രോ ഹെൽമെറ്റിലും അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെയൊക്കെ ഫ്രണ്ടിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയുള്ള സ്റ്റിക്കറാണ്. 3mm ടേപ്പാണ് വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇത് സ്റ്റിക്കറായിട്ട് ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് ക്യാമറ മൗണ്ട് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ കൂടാണ്ട് ഒരു USB വരുന്നുണ്ട്. ഇത് ടൈപ്പ് C ആണ്. നമുക്ക് കാണാൻ സാധിക്കും. ടൈപ്പ് C കേബിളാണ് വരുന്നത്. ഉണ്ടോ, ഗോപ്രോൻ്റെ തന്നെ. പിന്നെ അടുത്തായിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ ബാറ്ററി. ഇതാണ് ഗോപ്രോൻ്റെ ബാറ്ററി. ഗോപ്രോ ഗൈസ്, ഇത് റീചാർജബിൾ ലിഥിയം അയൺ ബാറ്ററിയാണ്. 3.85 വാൾട്ടും അതുപോലെ 1220 mAh പവറുള്ള ബാറ്ററിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ബാറ്ററി. പിന്നെ ഒരു മൗണ്ടും കൂടെ വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഷേപ്പ് ഉണ്ടോ, നമുക്ക് ഹെൽമെറ്റിൻ്റെ മുകളിലേക്ക് മൗണ്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. ഹെൽമെറ്റിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റിൽ ഈ ഗോപ്രോ മൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. ഇതാണ് നമ്മുടെ ക്യാമറ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനൊരു കേസിലാണ് ഈ ക്യാമറ വരുന്നത്. അപ്പോൾ നമുക്കിനി ഈ കേസിൽ നിന്ന് ക്യാമറ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്ക്രൂ റിമൂവ് ചെയ്യാം. അതിനുശേഷം ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. പിന്നെയാണ് നമുക്ക് ഈ ഒരു കേസിൽ നിന്ന് നമുക്കിനി കേസിൽ നിന്ന് ക്യാമറ നമുക്ക് റിമൂവ് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ മുകളിൽ കാണുന്ന ഈ ഒരു ഇത് ഓപ്പൺ ചെയ്യണം. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യണം പുറകിലേക്ക്. പുഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് ഓപ്പൺ ആവും. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലിപ്പാണ്. ഇതിങ്ങനെ മുകളിലേക്ക് പോക്കുക. അതിനുശേഷം ഇത് താഴേക്ക് ജസ്റ്റ് ഒന്ന് അങ്ങനെ തുറക്കുക. അപ്പോൾ അതിനകത്ത് ക്യാമറ ഇരിക്കുന്നത്. നമുക്കിനി ക്യാമറ ജസ്റ്റ് ഇവിടെ നിന്ന് പുഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ, ഗോപ്രോ ഹീറോ 7 ബ്ലാക്ക്. അപ്പോൾ ഇതിൻ്റെ ലെൻസാണ്. ഈ ലെൻസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ലെൻസ് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ സെക്കൻഡറി സ്ക്രീൻ വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ ബട്ടണാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി, അതുപോലെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടണാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഇടേണ്ട ഏരിയ. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുറക്കാൻ പറ്റും. ഇതാണ് ഗൈസ്, ബാറ്ററി ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ബാറ്ററി ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഡോറൊന്ന് ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് പുഷ് ചെയ്യുക.
കണ്ടോ, അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. നമുക്ക് ഓൺ ചെയ്യണം. ഓൺ ചെയ്യേണ്ട പവർ ബട്ടൺ ഉണ്ട്, മോഡ്, ഇതാണ് പവർ ബട്ടൺ. അപ്പോൾ അതിന് നമുക്കിവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്, സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്യണം. ഓക്കേ ഗൈസ്, നമ്മുടെ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. പിന്നെ അതിനുശേഷം ലീഗൽ സ്റ്റഫ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ലീഗൽ സ്റ്റഫ് നമുക്ക് എഗ്രി ചെയ്ത് കൊടുക്കാം. പിന്നെ ക്യാപ്ചർ ദ ലൊക്കേഷൻ വേർ യുവർ വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ആർ ടേക്കൺ. ഇപ്പം നിങ്ങൾ ഫോട്ടോയും വീഡിയോയും ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ ഓൺ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. GPS-ൻ്റെ പെർമിഷനാണ് ചോദിക്കുന്നത്. നമുക്കിത് ഓൺ ചെയ്യാം. ഇൻസ്റ്റാൾ ദ GoPro ആപ്പ് ഓൺ യുവർ ഫോൺ ടു ഫിനിഷ് സെറ്റപ്പ്. ലീവ് യുവർ ക്യാമറ ഓൺ ആൻഡ് ഫോളോ ദ ആപ്പ് ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ ഫോണിൽ നമുക്ക് ഈ GoProൻ്റെ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കത് അതിന് ശേഷം നമുക്ക് ഇനി ബാക്കി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്യാമറേൻ്റെ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ബാക്കിയുള്ള വീഡിയോസ് എല്ലാം തന്നെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡറി ഡിസ്പ്ലേ വരുന്നുണ്ട്, കാണാൻ സാധിക്കും, GoPro 7 Black എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ പിന്നീട് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അൺബോക്സിങ്ങിൻ്റെ ഈ വീഡിയോ. ഇപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഈ ചാനലൊന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.